വാൻ വിഹാർ മണാലി. നമ്മളെ എൻട്രൻസിൽ ഒരു സ്റ്റേണ്ട്. ഇതാണ് സംഭവം. വാ വാൻ വിഹാറിൻ്റെ ടിക്കറ്റ് വലിയ 50, കുട്ടിയൊക്കെ 20. ചിൽഡ്രൻസ് പാർക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തൊക്കെ ഏരിയ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ടുള്ളൊരു ഏരിയ, അതിൻ്റെ അപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്ക്, സിറ്റിസൺ ഏരിയ, വാട്ടറൊക്കെ തുടങ്ങിയിട്ട് അങ്ങോട്ടുള്ളൊരു ഏരിയയിലാണ് വാഷ്റൂം. അങ്ങോട്ട് എന്തൊക്കെയുണ്ട്. ഇവിടെ ഫുള്ള് ഈ ഒരു മരങ്ങൾ തന്നെ കേട്ടോ. ഇവിടെ ഇതെന്തോ കാര്യമായിട്ട് എന്താ എഴുതിയിട്ട് വായിക്കാൻ വന്നതാണ്. നമുക്കിവിടെ ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, ഗൂഗിളിനോട് ചോദിക്കാം. മണാലിയിലുള്ള ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലെത്തി. ഇത്ര ടൈം വെയിലില്ലായിരുന്നു, ഇപ്പോഴാണ് വെയിൽ വന്നത് കുറച്ച് നേരത്തെ. ഇപ്പോൾ മൊണാസ്ട്രി ഒന്ന് കണ്ടുവരാം. പക്ഷെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അവിടെ മൊണാസ്ട്രി പേര് വെച്ചിട്ടുണ്ട്. ഇതിന് ചുറ്റും മലകളാണ്. മൊണാസ്ട്രിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ എടുക്കാൻ പ്രത്യേകിച്ച് ക്യാഷ് കൊടുക്കണം. അങ്ങനെ കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടില്ല. പിന്നെ ഇതാണ് സെറ്റ്. എന്നെ ഒരു പോക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ്. ഇതിലെന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ എഴുതിയത് എന്താണ്, എന്തോ ഭാഷയിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഇനിയും തിരിക്കണം. എന്തൊരു ഇത് ചക്ര ടയറായിട്ട് ഉരുട്ടി കളിക്കുന്നത്. നമ്മളിങ്ങനെ വെറുതെ നടക്കാൻ ഇറങ്ങി. ഇനി സമയം ഇനിയും ബാക്കിയാണ്. അതിങ്ങനെ നടക്കുമ്പോൾ ഒരു മല ഇങ്ങനെ വെറുതെ കയറാണ്. എൻ്റെ മോനെ ഫുള്ള് മഞ്ഞാണ്ടാ. അതിൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് മാഗോ. വേറെ ലെവൽ സ്ഥലം. എന്താ ഇവിടെ 3 വണ്ടർ അടിച്ച് നിൽക്കുന്ന നോക്കിയാൽ. ക്ഷീണമൊക്കെ ഒറ്റടുക്ക് മാറി ഇത് കണ്ടപ്പോൾ. കയറ്റം നല്ല കയറ്റം ഉണ്ടായിരുന്നു. ആ കയറ്റം കയറി ഇത് കാണുമ്പോൾ എല്ലാ ക്ഷീണവും പോയി. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് അതേപോലെ വേറൊരു മല കയറണ്ടേ റൂമിലെത്താൻ. ഓ, അവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടാ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വിസിറ്റിങ് കഴിഞ്ഞു. ബൈ ഹീറോ. ഇൻഷാല്ലാ നാളെ രാവിലെ 9:00 ഇനി അടുത്ത വണ്ടി എത്തും. അപ്പോഴേക്ക് റെഡി ആവണം. ഓക്കെ ബ്രോ, താങ്ക് യു. മോനെ ജീവൻ പണയം വെച്ചാ വരുന്നത്. എവിടെ കുണ്ടില്ല അല്ലെങ്കിൽ കുണ്ടില്. രാത്രി 8:15 ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് 10-15 മിനിറ്റ് ആയിട്ടാ. ഞങ്ങൾ ഇന്നത്തെ ട്രാവൽ എക്സ്പെൻസിൻ്റെ കണക്ക് മറ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. നെക്സ്റ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ. നമ്മളിന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊരു വ്യൂ നോക്കി. അവിടെ എന്തൊക്കെ താഴെയുള്ള കുറേ ഹോം സ്റ്റേകളും റൂംസൊക്കെ ആണ് കേട്ടോ. ഓ, എന്ത് അടിപൊളി നോക്കി. ഫുഡ് കഴിച്ചിട്ട് അപ്പുറ സൈഡ് പോയിട്ട് ഇതിൻ്റെ ഒരു നല്ലൊരു വ്യൂ കാണാം. ഓക്കെ, തൽക്കാലം ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഓ, എന്തൊരു വ്യൂ. അതുകൊണ്ട് മുകളിലോട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കാൻ പറ. ഫുഡ് ഇപ്പം തീർന്നെങ്കിൽ പിന്നെ നിങ്ങൾ 4 കിലോമീറ്റർ നടന്ന് പോയിട്ട് അവിടെ മാഗി എന്തുകൊണ്ട് വരും. റൂമിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടെ കാണുന്നത്. ഫുള്ള് ഹോട്ടൽ ലോഡ്ജ് അതന്നെ ഫുള്ള്. എൻ്റെ പൊന്നോ, ഇതാ ഇനി ഇവിടെയൊക്കെ മുകളിലോട്ടൊക്കെ ഇനി കൊണ്ടിട്ടാ. അത് നോക്കി അവിടെ ലോഡ്ജ്. ചന്ദ്രൻ കണ്ട അവിടെയൊക്കെ ചന്ദ്രൻ നല്ല ഇങ്ങനെ ചന്ദ്രനാ. ഇപ്പോഴാ രാത്രി 8:30 അടിപൊളി കേട്ടോ. ചന്ദ്രൻ ഇങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പുറത്ത് കാണിച്ചു തരാം. അവിടെ ആ ബിൽഡിങ്ങിൻ്റെ ഇത് കവറാണ്. ഇതെന്താ പറയുക, ഇത് ആപ്പിൾ മരാട്ടോ. ഇപ്പം ഞാൻ പിടിച്ച് കാണിക്കുന്നത് ആപ്പിളിൻ്റെ മരാണ്. ആപ്പിളിൻ്റെ മരം നാളെ രാവിലെ കാണാം. ഇതെന്തോ ഒരു പൂവൊക്കെ ഉണ്ട്. നാളെ രാവിലെ കാണാം. ഇപ്പോൾ പോട്ടെ. നോക്കിയാ ചന്ദ്രൻ. നമ്മൾ ഈ സൂര്യോദയമൊക്കെ കാണില്ലേ ഇതേപോലെ, അതുപോലൊരു ചന്ദ്രോദയം.
വീഡിയോ എടുക്കാൻ തണുക്കുന്നുണ്ടാ? ആ ഇല്ല തണുക്കുന്നില്ല അത് വെറുതെ ആക്ടിങ് ആക്കുന്നത് വീഡിയോ എടുക്കുമ്പോ അല്ലടാ. പക്ഷെ എല്ലാം ലുങ്കി ഇട്ടിട്ട് നാടിനെ പറയിപ്പിക്കാൻ വേണ്ടി ലുങ്കി ഇട്ട് നടക്കുന്നുണ്ട് ഈ നാണക്കേട്. അതിരിക്കല്ല തിരിച്ചുന്ന പരിപാടിയില്ല. അതുപോലെ ചന്ദ്രോദയം നോക്ക്, കറക്റ്റ് ചന്ദ്രൻ പൊന്തി വരുന്നുണ്ട്. കറക്റ്റ് വരുന്നുണ്ടോ. കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. കിച്ചണിലെ ക്യാൻറ്റീന് ഇത് തുറന്ന് ഇപ്പോൾ ഓപ്പൺ ആക്കിയത് എന്തുള്ളത്? ചപ്പാത്തി. ഇതെന്ത് ചപ്പാത്തി? 2 ചപ്പാത്തി ഇട്. അതോ ചപ്പാത്തി. ഇതെന്താ? ഇതൊരൊറ്റ വെള്ളച്ചോറ്. അപ്പുറത്തെ കറി എന്ത്? ഒരു മിനിറ്റ്. ഇതെന്ത് കറി? 2 കറി. 2 തരം കറി. ഇതെന്ത് കറി? ഇത് പച്ചപ്പയർ. ഓക്കെ പച്ചപ്പയറോട്. അതെന്ത്? പട്ടാണി. 2 ഇട്. വെറുതെ കിട്ടും. മറ്റേതോടെ വൈബെടുക്കാം. മതി. അപ്പോൾ നമുക്ക് ഇത് മറ്റേ ചോറ് കേട്ടോ. ഇത് കഴിച്ചാൽ വേറെ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാത്രിത്തെ ഫുഡ് സെറ്റ്. എന്തെങ്കിലും ആട്ടെ കഴിക്ക്. ഇത് പറഞ്ഞതെന്ന് വെച്ചാലേ കുറേ ഫുഡ് സാധാരണ ഉണ്ടാവാറുണ്ട്, ബഫായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഫുഡിനൊക്കെ ലിമിറ്റ് വെച്ചതാണെന്നാണ്. എന്നുവെച്ചാൽ എത്ര വേണമെങ്കിലും കഴിക്കാം, പക്ഷേ കുറേ ഐറ്റംസ് കുറവായിരിക്കുന്നു. ഫസ്റ്റേ പറഞ്ഞിരുന്നു. രാവിലെ 7 മണി ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട്. റൂമിൽ നിന്ന് ജനൽ തുറന്ന് നോക്കുമ്പോൾ അത് കണ്ട് അപ്പോൾ ചെറിയൊരു ഒരു മരം കണ്ട, അതിൻ്റെ ഒരു കവറിങ് ഉള്ളതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ മരമില്ലാത്ത സ്ഥലം നോക്കിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. ഇപ്പം കാണിച്ചുതരാം. ഇവിടെ നിൽക്കാനുള്ള സ്ഥലമില്ലേ? ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇന്നലെ ഇതേ സ്ഥലത്ത് ചന്ദ്രോദയം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സൂര്യോദയം. സെയിം ലൊക്കേഷൻ അല്ലേ? എൻ്റെ മോനെ. പിന്നെ സൂര്യൻ അവിടെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അവിടെ ഒരു കാർമേഘമുണ്ട്, അതിങ്ങനെ തടഞ്ഞു വെച്ചേക്കാണ്. എന്ത് രസമാരെ കാണാൻ. വെതർ -0 ആണ് കേട്ടോ. അല്ല 0 ആണല്ലേ, മൈനസ് ആവില്ലല്ലോ. 0 -1 0ലേക്ക് കടന്നിട്ടുണ്ട്. രാത്രി -3 എത്തി. ഫീൽ ലൈക്ക് -7 ആയിരുന്നു. തണുത്തിട്ടില്ലേ നോക്കിയാ. എല്ലാവരും ഫുള്ള് മുഖമൊക്കെ കവറാക്കി വന്നേക്കാണ്. സ്നോഫാളിൻ്റെ ടൈമല്ല, കാരണം ഇത് മാർച്ചാണ്. സ്നോഫാളൊന്നും വരാറില്ല. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിലൊക്കെ ആർക്കെങ്കിലും കിട്ടിയാലായി. പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളിന്ന് പോകാനുള്ളത് ആ മലിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ ഏതോ ഒരു മലിൻ്റെ മുകളിലേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. അവിടെയൊക്കെ ഉണ്ടോ ഫുള്ള് മലിൻ്റെ മുകളിലേക്ക് ഫുള്ളതാണ്. അവിടെയൊക്കെ മഞ്ഞ് ഒലിച്ച് വരുന്നുണ്ട്. ഞങ്ങളിതാ ഇങ്ങനെ വ്യൂ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉണ്ടോ ഇവിടെ ഒരു മരമുണ്ട്, കുറേ മരങ്ങളുണ്ട്. ഇതെന്ത് മരമാണെന്നറിയോ? ഇതാണ് ആപ്പിൾ ട്രീ. ഇതാണ് ആപ്പിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്താ? ഇതതിൻ്റെ പൂവാണ്. ഇത് സീസൺ ആയിട്ടില്ല കേട്ടോ, കാരണം ഇനിയും ഉണ്ട് സീസൺ ആവാൻ. 3-4 മാസം ബാക്കിയുണ്ട്. ഇതാണ് ആപ്പിളിൻ്റെ മരം. ജൂലൈ ടു ഓഗസ്റ്റ് ആണ് ആപ്പിൾ സീസൺ. അങ്ങനല്ലേ പറഞ്ഞേ? യെസ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല രസമുണ്ടാവും. ആപ്പിൾ കണ്ടാൽ ആ സമയത്ത് വരാം. ഇപ്പോൾ ഷോപ്പിലൊക്കെ ആപ്പിളുണ്ട്, മരത്തിൽ ആപ്പിൾ കാണുന്നില്ല. ഇനി എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുണ്ട്, ഞങ്ങൾക്ക് ഭാഗ്യമല്ല കാണാൻ. അതെ തിരിഞ്ഞ പൂവ്. ക്വസ്റ്റ്യൻ 3-4 മാസം കൊണ്ട് സീസൺ ആവാന്. അതെ എങ്ങനെ ആൾക്കാരെ കൊണ്ടുതാ മലയുടെ മുകളിൽ കയറി പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും വ്യൂ ഉണ്ടോ? കാണുന്നത് മുഴുവൻ ആപ്പിൾ മരങ്ങളാട്ടാ. വെറുതെ തിങ്കാക്കി നോക്കിയാ ആപ്പിൾ സീസണിലാണ് നമ്മൾ വന്നതെങ്കിൽ ഫുൾ ആപ്പിൾ മരങ്ങള്. ഇങ്ങനെ പഠിക്കുക. നമ്മളെ നാട്ടിൽ മാങ്ങ പറിക്കുന്നില്ല ഏതെങ്കിലും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇവിടെ മാങ്ങ പറിക്കുന്ന അറ്റായിരുന്നു, കല്ലെടുത്ത് എറിയുന്ന ആപ്പിൾ താഴെടുന്ന തിന്നുന്നത്. ഇത് രസം ഉണ്ടാട്ടിനടാ. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. കൈ പിടിച്ച് പറിക്കാനുള്ളതേ ഉള്ളൂ. ആപ്പിൾ സീസണിൽ വരണല്ലേ വായല്ല ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലെ തേയില തോട്ടമില്ല, കാപ്പിത്തോട്ടം ഉണ്ടാകുന്നില്ലേ, മറ്റേ കൂർഗ് മടിക്കേരിയൊക്കെ പോയാലേ അതേപോലെ ഉണ്ട് ആപ്പിൾ തോട്ടം. എത്ര ഉണ്ടിയോ. ആ സീസണിൽ രസം ഉണ്ടാവില്ലേ. അത് താഴോട്ട് അതേപോലെ തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് തന്നെ ആപ്പിൾ തന്നെ. ബേബി എത്ര റിസോർട്ടുകളെന്നറിയോ ഇവിടെ മലൻ്റെ മുകളിൽ. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഏതോ റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ വന്ന ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. നാട്ടിൽ പോയാൽ നമ്മളിങ്ങനെ തന്നെയല്ലേ, രാവിലെ 5 മണിക്ക് വന്നില്ലേ കറങ്ങാൻ പോകുമ്പോഴല്ലേ.
ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾ റിസോർട്ട് ഇവിടെ താഴെ എവിടെയോ ആണ് കേട്ടോ, അറിയില്ല. നടന്ന് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അവിടെ സൂര്യൻ മുകളിലെത്തി. എന്ത് കാറ്? ഫ്രോണക്സ്. നല്ല അടിപൊളി. ഒന്നുകൂടെ അടുത്ത് പോയിട്ട് വായിച്ചു നോക്കിയേ. അടുത്ത് പോയിട്ട് വായിച്ച കാറിന്റെ പേരെന്തെന്ന്? അടുത്ത് പോയിട്ട് വായിക്കേ. എങ്ങനെ? എന്നെ കഴിഞ്ഞിട്ട് ഈ ഉണ്ടാ? എക്സ്. അപ്പൊ പിന്നെ എങ്ങനെയാ ഫ്രോണക്സ്? എങ്ങനെ? ഇപ്പൊ തെറ്റ് മനസ്സിലായില്ലേ? തെറ്റ് തിരുത്തിന് ഇനി കടന്ന് ഉരുളണ്ട. എന്തോ ഫ്രോണക്സ്. കൊറേ ആള് തെറ്റ് വായിക്കുന്ന, നീ തെറ്റ് വായിക്കല പൊട്ടാ. ഇതില്ലേ, ഇതറിയാം നിങ്ങക്ക്? ഈ 25 BH സംഭവം അറിയാം? എല്ലാ വണ്ടിക്കും ഇപ്പൊ DL ഏതാണ്ട, ഡൽഹിന്റെ അത്, പിന്നെ ഹിമാചൽ പ്രദേശ്, അങ്ങനെയല്ലേ? ഈ BH എന്ന സംഭവം എന്നറിയോ? അറിയോ? വെറുതെ ചിന്തിച്ച് നോക്ക്. തല ചിന്തിക്ക്. തല ഉപയോഗിക്ക്. എന്ത് 25ാമത്തെ 25ാം സംസ്ഥാനോ? എന്നിട്ട് ബാക്കി BH എന്ത്? ബീഹാർ 25ാമത്തെ സംസ്ഥാനം അങ്ങനെ കണക്കാ? അപ്പൊ കേരളം കൊടുക്കണ്ട അങ്ങനെ? അതുപോലെ എന്താ ഇപ്പൊ എന്താ ഒരു വണ്ടി KL 1414. ഓക്കെ. അപ്പൊ ഇതെന്താ മുമ്പ് ശേഷം വന്നിരുന്നു വെച്ചേ? ഇതെന്താ സംഭവം? BH ഭാരത് രജിസ്ട്രേഷൻ ആണ്. ഭാരത് രജിസ്ട്രേഷൻ 25 എത്രാമത്തെ സംസ്ഥാനം സൂചിപ്പിക്കുന്നത്? ഇത് എത്രാമത്തെ സംസ്ഥാനം എന്നുള്ള കണക്ക്. എത്രാമത്തെ സംസ്ഥാനം? ഇത് ഭാരത്. ഇത് നമ്പർ. മനസ്സിലായ? ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ BH കിട്ടാല. BH കിട്ടണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു പണിയുള്ള ആൾക്ക് അത് അതിനകത്തൊരു കണക്കുണ്ട്. പിന്നെ ഒരു കോർപ്പറേറ്റ് കമ്പനീൻ്റെ ഓഫീസ് 3 സംസ്ഥാനത്താണ്, അങ്ങനെ എന്തോ വേണം. മനസ്സിലായോ? അങ്ങനെ എന്തെല്ലാം ഉണ്ട് കണക്ക്. അങ്ങനത്തെ ആൾക്ക് മാത്രമേ HP രജിസ്ട്രേഷൻ കിട്ടും, അല്ല BH രജിസ്ട്രേഷൻ കിട്ടും. ഇതിൻ്റെ ഉപകാരം എന്തില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് KL വണ്ടി ഇപ്പോൾ നമ്മളോട് യൂസ് ആക്കുന്നത് കർണാടകയിൽ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു 3 മാസം നമ്മൾ വേറെ സംസ്ഥാനത്ത് നമ്മളെ വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആർത്തിക് രജിസ്ട്രേഷൻ മാറ്റണം. ഇപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ KL വണ്ടി കർണാടകയിൽ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മാസം 6 മാസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർണാടകയിലേക്ക് നമ്മളെ വണ്ടി മാറ്റണം. BH ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. UK ഏത്? UK ഇല്ലെങ്കിൽ UK. യെസ്, കറക്റ്റ്. നിഷ്മ പഠിക്കുന്നുണ്ട്. മുസബിൾ എന്തോ അട്ട നോക്കുന്നില്ല. BH എന്താ അറിയോ? BH അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റേ നിയമപരമായിട്ട് മാറ്റണം. മാറ്റുന്നില്ലാത്ത കഥ വേറെ. നിയമപരമായിട്ട് മാറ്റണം. BH ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. ഏത് സംസ്ഥാനത്തിൽ എത്ര മാസം എത്ര കൊല്ലമാണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ സംസ്ഥാനത്തിൻ്റെ ഇതറിയുന്ന അറിയണ്ടേ BH ഏതെന്ന്? അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനത്ത് നമ്പർ കൊടുക്കുന്നത്. പുതിയൊരു അറിവ് കിട്ടിയില്ല രാവിലെ തന്നെ. എത്തിയിട്ട് 2ാമത്തെ ദിവസമാണ്. ഇന്നെടുക്ക് സോളാങ്കോലി. ഇന്ന് മഞ്ഞ് കാണാൻ പോകണം. മഞ്ഞ് കാണാൻ. അതാണ് ഇത്ര ഫുൾ പവറിലെല്ലാവരും. ഞങ്ങളെ ഡ്രൈവർ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ബൈ, ഗുഡ് മോർണിംഗ്. അച്ഛാ